നമസ്കാരം. ഞാൻ ഷറഫു കൊളത്തൂർ. ഇപ്പോൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 2-3 മാസം മുമ്പാണ് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയുന്നത്. അനസ് കേശ്ശേരി നടത്തിയ ജയകുമാർ സാറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ തന്നെ ജയകുമാർ സാറായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. വളരെ സന്തോഷം. അങ്ങനെ ഇതിൻ്റെ ഒരു മെമ്പറായി. വളരെ സന്തോഷം തോന്നി ജയകുമാർ സാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ. കാരണം 10ഓളം നല്ല ഫിസിക്കൽ പ്രൊജക്റ്റുമായിട്ട് വരുന്നൊരു GCD ടോക്കൺ ഭാവിയിൽ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചും ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. നന്ദി, നമസ്കാരം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് റാസി ഷംസുദ്ദീനാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിലമേൽ എന്ന പ്രദേശത്ത് താമസിക്കുന്നു. നിലവിൽ സൗദി അറേബ്യയിൽ ഒരു 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ വന്ന് സെറ്റിലാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഇതുവരേക്കും നടന്നിട്ടില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ വന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് GCDയെ കുറിച്ചാണ്. 2 വാക്ക് പറഞ്ഞു നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിലവിൽ GCD ടോക്കൺ ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഭാഗ്യം ചെയ്തവരാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ളൊരവസരം എന്നെയോ നിങ്ങളെ പോലുള്ളവർ പലർക്കും കിട്ടില്ല എന്നുള്ളതാണ്. സ്പെഷ്യലി കേരളത്തിലൊന്നും ഉള്ളവരൊന്നും അറിയപ്പെടാതെ തന്നെ പോകും. ഇങ്ങനെയുള്ള നമുക്കറിയാമല്ലോ 10-20,000 ടോക്കൺസ് നിലവിൽ നിന്നുണ്ട്. ഇതൊന്നും ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളെപ്പോലുള്ള ആരുടെയും കയ്യിലൊന്നും എത്തിപ്പെടത്തില്ല എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ, നിലവിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കണക്ക് അതിനുള്ളൊരവസരം ഉണ്ടാക്കി തന്ന കേരളത്തിലെ ആദ്യ മലയാളി, കേരളത്തിലെ ആദ്യ വ്യക്തി എന്ന് പറയാൻ പറ്റുന്ന, അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ ജയകുമാർ സാറിന് അഭിനന്ദനമല്ല, വാക്കുകളില്ല പറയാൻ. ആ രീതിക്ക് അദ്ദേഹം എഫർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുള്ളൊരു സുവർണ അവസരം തന്ന അദ്ദേഹം വളരെയധികം നന്ദി അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. പിന്നെ GCDയെ കുറിച്ച് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ അവരെല്ലാം അതിൻ്റെ പ്രത്യേകത, ബാക്കിയുള്ള ടോക്കൺസും GCDയും തമ്മിലുള്ള വേരിയേഷൻ വ്യത്യാസങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ഫിസിക്കൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നു, നമ്മളതിലോട്ട് സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അത് നല്ല രീതിക്ക് വിജയിക്കാൻ പറ്റുന്ന ഫിസിക്കൽ പ്രൊജക്റ്റുകളാണ് സാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കണക്ക് മറ്റേ ബാക്കിയുള്ള നിലവിലുള്ള കോയിൻസും ടോക്കൺസുകളൊക്കെ അത് വൈറ്റ് പേപ്പർ കുറേ കാര്യങ്ങൾ അവർ എഴുതി വിടുമെന്നുള്ളതല്ലാതെ അതിൽ വലിയ കാര്യമില്ല. അതൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടുപോകും എന്നുള്ളതാണ്. അതും ഇതുമായിട്ട് വലിയ അന്തരങ്ങളുണ്ട്. ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് വാങ്ങി വയ്ക്കാൻ പറ്റുന്നത് വളരെ ഉപകാരമായിരിക്കും. എല്ലാവരും മാക്സിമം എമൗണ്ടാണല്ലോ വാങ്ങി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് കണക്ക് ഈ ഒരു അവസരം എപ്പോഴും നമുക്ക് കിട്ടില്ല. ഈ അവസരത്തെ ഒരാളും കൈവിടരുത്. സാധാരണ നമുക്കറിയാം, ഇന്ന് നാട്ടിൽ പലരും പല പ്രൊജക്റ്റുകളും പറഞ്ഞുകൊണ്ടിറങ്ങും. ആ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെപ്പോലുള്ള പാവങ്ങളെ ചീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളൊരു ബലിയാടാക്കിയാണ് സാധാരണ ഏകദേശം 99%-ഉം കേരളത്തിലായാലും ബാക്കിയുള്ള സ്ഥലത്തായാലും നടക്കുന്ന ചീറ്റിംഗ് അല്ലാതെ വേറൊന്നുമില്ല. അതേസമയത്ത് സത്യസന്ധമായിട്ടൊരാൾ ഹൃദയം തുറന്ന് ഇന്നൊരു പ്രൊജക്റ്റാണെന്ന് നമ്മളെ മുമ്പിൽ വെച്ച് കാണിച്ചു തന്നുകൊണ്ടാണ് സാറ് പോകുന്നത്. നമ്മളെ പ്രൊജക്റ്റ് നമ്മളെപ്പോഴും കണ്ട് അറിഞ്ഞ് നമ്മൾ കേട്ടും പോവുകയാണ്. അപ്പോൾ ഇതിലൊരിക്കലും നമുക്ക് പിറകോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു അവസരം കൈവിട്ട് കളയണവന്മാർ ആരായാലും അവർ ഹതഭാഗ്യരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുറച്ച് നാളുകളായിട്ട്, അധികമൊന്നും ഇല്ലെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിലായാലും ക്രിപ്റ്റോ മാർക്കറ്റിലായാലും ഒക്കെ നിൽക്കുന്നുണ്ട്. ട്രേഡിങ്ങിലൊക്കെ ചെറുതായിട്ടൊക്കെ, വലുതായിട്ടൊന്നുമില്ല എങ്കിലും അറിയാം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. പലരും പല ചീറ്റിങ്ങിലും ചെന്ന് പെടാറുണ്ട്. ഇപ്പോൾ നമുക്കൊരാൾ എടുക്കുകയും ചെന്നിട്ട് അതിനൊക്കെയാണ് GCD കോയിൻ ഉണ്ടാവും, നിങ്ങൾ വാങ്ങിക്കൂ, ഭാവിയിൽ ഉപയോഗം ഉണ്ടാകുന്ന കാര്യമാണെന്ന കേസാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇത് കണക്ക് 100,000 പ്രൊജക്റ്റുകൾ വന്ന്, ചീറ്റിംഗ് കേസുകൾ വന്ന്, MDFE
നിങ്ങൾ പലർക്കും അറിയാമെന്ന് തോന്നുന്നു. അത് ചീറ്റിങ്, അത് കണക്ക് ഡിക്സി, പിന്നെ മെറ്റാഫോഴ്സ്, അത് കണക്ക് സെൻസിയർ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ട് ആൾക്കാർ ഇതിൽ പെട്ട് ഒരുപാട് പൈസകൾ പോയ ആൾക്കാരാണ്, ചതിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് പലർക്കും നമുക്ക് പറയാനും പറ്റില്ല. പലയിടയ്ക്കും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. ഏതായാലും ജയകുമാർ സാറ് നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റ് നടപ്പാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അദ്ദേഹത്തോട് പൂർണ്ണ സപ്പോർട്ടോടെ നമ്മളെല്ലാവരും നിൽക്കണം എന്നും മാക്സിമം എമൗണ്ടിന് എല്ലാവരും GCD വാങ്ങണമെന്നും ഞാൻ വിചാരിക്കുന്നു. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാറ് പറയുന്നില്ല, $1 നമ്മളിപ്പോൾ വാങ്ങുന്നതെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു $10 ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന ദിവസം തന്നെ ഒരു $100 അത് പോകും എന്നുള്ളതും ഒക്കെയാണ്. സാറ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് സാറ് ഒരു 20 ടോക്കൺ വാങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടുതൽ ടോക്കൺ ഹോൾഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ ചൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നഷ്ടത്തിലോട്ടായി പോകും എന്നുള്ളതാണ്. ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എന്താ പറയുക, നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. നമുക്കൊരു നിലയിലെത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഹലോ സുഹൃത്തുക്കളെ, അപ്പോഴും ഞാൻ ഇത്രയേരം പറഞ്ഞുകൊണ്ടിരുന്ന GCDയുടെ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് GCD ടോക്കൺ ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ എന്താണ്, അത് വാങ്ങി ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്, എല്ലാം പലരും പല വീഡിയോകളും ഇടുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിലവിലുള്ള സാഹചര്യം എന്ന് പറയുമ്പം പലരും ഭാഗ്യമില്ലാതെ അധഭാഗ്യരായി നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ നമുക്ക് ഭാഗ്യമില്ലാത്തവരാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നുണ്ട് പലരും. അതേസമയത്ത് നിലവിൽ നമ്മുടെ 4 ചുറ്റും ഭാഗ്യദേവത പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ കയ്യെത്തും ദൂരത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളത്. ആ ഒരവസരം കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതിന് യോഗയില്ലാത്ത കുറേ ഹതഭാഗ്യരും ഉണ്ടാവാം. നമ്മൾ പലയിടയ്ക്കും പറയും അതിനൊക്കെയാണ് ഒരു പ്രൊജക്റ്റുണ്ട്. നമ്മളൊക്കെ പല പ്രൊജക്റ്റുകളും പെട്ടുപോയിട്ടുള്ളതാണ്. അത് കണക്കുള്ളതല്ല, നല്ലൊരു പ്രൊജക്റ്റാണ്. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പ്രൊജക്റ്റാണ്. കേരളത്തിൻ്റെ പുത്രൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, നമ്മളെ കളിയാക്കുന്നവരാ നിരുത്സാഹപ്പെടുത്തുന്നവരൊക്കെ പലരും കാണും. പക്ഷേ അവരൊക്കെ ഹതഭാഗ്യരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയത്ത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റിങ്ങിലാവുന്നതോടി നമ്മുടെ എന്താ പറയുക, നമ്മുടെ സമയം തെളിയുന്നതാണ്. നമ്മളെ അധിക്ഷേപിച്ചവർക്കോ നമ്മുടെ വാക്കിന് വില കൽപ്പിക്കാത്തവർക്കോ നമ്മളെ വാക്കിനെ പിന്തള്ളിയവർക്കോ ഒക്കെ പിന്നീട് മനസ്സിലാക്കാൻ പറ്റും അവർ വെഡ്ഡികളുടെ മൂഢസ്വർഗത്തിലായിരുന്നു എന്നുള്ളത്. ഏതായാലും 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല നമ്മൾ നിലവിലുള്ള സർക്കാരുകളെയോ ബാക്കിയുള്ളവരെയോ നാട്ടുകാരെയോ സ്വന്തക്കാരോ ബന്ധുക്കളെയോ വഴക്ക് പറഞ്ഞിട്ടാ കുറ്റം പറഞ്ഞിട്ടാ നമ്മൾ പാവപ്പെട്ടവരായിട്ട് ഇങ്ങനെ കിടക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം നന്നായി മണിമാളികൾ കൊട്ടാരങ്ങൾ കെട്ടിക്കൂട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ കിട്ടുന്ന അവസരം വിനിയോഗിക്കുക. അപ്പോൾ അവസരം എല്ലാ അവസരമല്ല, ഏതാണ് അവസരം, അതിൽ നമുക്ക് പറ്റുന്നതാണോ, അത് ഫേക്കാണോ റിയലാണോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റിയലാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക്, മനസ്സിലാക്കുന്ന ഒരു സംഭവത്തിൽ 100% അന്വേഷിച്ച് മനസ്സിലാക്കി ക്ലാരിഫിക്കേഷൻ വന്ന് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സംഭവത്തിൽ നമ്മൾ മേടിച്ചില്ലെങ്കിൽ നമ്മൾ വെഡ്ഡികളുടെ സ്വർഗത്തിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങി വയ്ക്കുക. നിലവിൽ ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. വാങ്ങിയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനുള്ള അനുഗ്രഹം പടച്ചതമ്പുരാൻ തരട്ടെ എന്നും വിചാരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും GCD ടോക്കൺ ഹോൾഡ് ചെയ്യുക. 1 വർഷം കഴിയുക. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വീഡിയോയിൽ വരാൻ പറ്റും. അപ്പോഴൊക്കെ നിങ്ങളെ കമൻറ്റ് പറയണം. ഈ ഒരു വാക്കൊരിക്കലും നിങ്ങൾ നിരസിക്കരുത്.
കാരണം നമ്മുടെ ജയകുമാർ സാർ ഒരിക്കലും ഇത് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പറയില്ല, പ്രോത്സാഹനം തരേ, പുഷിങ് വരെ നിങ്ങൾ വാങ്ങി ഇത് ഹോൾഡ് ചെയ്ത് പോയി ഒരുപാട് ഗുണമുണ്ടാവുമെന്ന് പുള്ളി നിർബന്ധിക്കില്ല. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധപൂർവ്വം ഇത് വാങ്ങണം, നിർബന്ധപൂർവ്വം ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവർ മാത്രം ക്യാഷ് കുന്നുകൂടും, നമ്മളെ കണക്കുള്ള പാവപ്പെട്ടവർ ഇങ്ങനെ താഴെ കിടക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരവസരം നിങ്ങൾക്കിപ്പോൾ വന്ന സ്ഥിതിക്ക് ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. കൈവിട്ട് കഴിഞ്ഞാൽ മഹാ അബദ്ധമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ഓക്കെ. ഇപ്പോൾ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് സംസാരിക്കാനുണ്ട്, എന്നാലും വീഡിയോ വലുതായിപ്പോവും. തൽക്കാലം ഇത്രയും കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.